നമസ്കാരം. നീതിപീഠത്തിനും ജാതി അയിത്തമോ? കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടത്തിയ ഹർത്താൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിസ്സാരമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ബുദ്ധിമുട്ടുകളേക്കാൾ എത്രയോ സങ്കീർണമാണ് കേരളത്തിൽ നിലനിൽക്കുന്ന ജാതി വിവേചനമെന്ന് കൺതുറന്ന് കാണുവാൻ കഴിയുന്ന ഏത് ജനാധിപത്യ വിശ്വാസിക്കും ഹർത്താലിനെ അനുകൂലിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ ഹർത്താലിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചോദ്യമാണ്, ഹർത്താലിനും ജാതി അയിത്തം ഉണ്ടോ എന്നതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കന്മാരും നടത്തുന്ന റോഡ് ഷോകളും പ്രകടനങ്ങളും സമ്മേളനങ്ങളും ഒക്കെ നാം കാണുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാം അനുഭവിച്ചിട്ടുമുണ്ട്. എന്നാൽ അന്നൊന്നും കണ്ണു തുറക്കാത്ത കോടതിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ കണ്ണു തുറന്നത് എന്ന് ഒരു ജനാധിപത്യ മതേതര വിശ്വാസി നിഷ്പക്ഷമായി ചിന്തിച്ചാൽ തോന്നുന്ന ഒരു ന്യായമായ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കോടതിക്കും ജാതി അയിത്തമോ? മാറ്റി നിർത്തപ്പെട്ട സമുദായത്തിൽ നിന്നുള്ള ഒരംഗത്തെ ജാതി പേരിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ട് ആ കൊലയാളികൾക്ക് ഇത്രയും നാളായിട്ടും സംരക്ഷണം നൽകുവാൻ കേരളത്തിൻ്റെ പോലീസ് തയ്യാറാകുന്നു എന്ന യാഥാർത്ഥ്യം ഏവർക്കും അറിവുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ നിലപാടെടുക്കാൻ ഒരു കോടതിയെയും കോടതിയിലിരിക്കുന്ന സവർണ മനോഭാവമുള്ള ജഡ്ജിമാരെയും നാം ആരും കണ്ടില്ല. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷം വരുന്ന ജനത ഒരു ന്യൂനപക്ഷത്തിന് അടിമപ്പെട്ട് ജീവിക്കണമെന്ന് കോടതിയും ഭരണകർത്താക്കളും ചിന്തിച്ചാൽ അതിനെതിരെ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും ആരെങ്കിലും തയ്യാറായി മുന്നോട്ട് വന്നാൽ അവരെ മൂക്കിക്കൊറ്റി കൊല്ലത്തയക്കും എന്ന പഴഞ്ചൊല്ലുകൂട്ട് ആക്കിക്കളയാം എന്ന് നോക്കരുത്. ആ കാലമൊക്കെ പോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ട് അടിമക്കച്ചവടം, അതുപോലെ തന്നെ തീണ്ടലും, അതുപോലെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം നിഷേധിക്കൽ, ഇതെല്ലാം ഈ നാട്ടിൽ നിങ്ങളുടെ പൂർവികരായ സവർണ മാടമ്പിമാർ നടപ്പാക്കിയിട്ടുള്ളതാണ്. അവയെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ നേതൃത്വം വിമോചനത്തിൻ്റെ പാത സ്വയം വെട്ടിത്തുറന്നത് എന്ന് ഓർക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. എന്നാൽ ഇന്ന് പലപ്പോഴും ഈ നാട്ടിലെ പിന്നോക്ക പട്ടികജാതിക്കാരൻ്റെ പുതുതലമുറയ്ക്ക് ചരിത്രബോധമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ അടിമകളായി രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിക്കൂറകൾ പിടിച്ചുകൊണ്ട് അടികൊള്ളുവാനും രക്തസാക്ഷികളാകുവാനും ബലിദാനികളാകുവാനും പോകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഞങ്ങളുടെ പുതുതലമുറയെ തിരിച്ചു ചിന്തിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കഴിയുന്നവരാക്കി മാറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ കോടതിയെ ഇക്കാര്യത്തിൽ പ്രശംസിക്കുകയാണ്. കോടതിയുടെ ഈ നിലപാട് കൺതുറന്ന് കാണുവാനും പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും ഈ നാട്ടിലെ മാറ്റി നിർത്തപ്പെട്ട പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾ തയ്യാറാകേണ്ടത് കാലത്തിൻ്റെ ചുവരെഴുത്താണ്. ഇന്നലെ നടന്ന ഹർത്താലിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും തന്നെ എങ്ങു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ചില പോലീസ് യജമാനന്മാർ കാണിച്ച വിക്രിയകൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊക്കെ കണ്ടു. ഇതേ പോലീസ് യജമാനന്മാർക്ക് ഇവിടുത്തെ സവർണ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൊടിക്കൂറ ചുമക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പ്രകടനങ്ങളും അതുപോലെ തന്നെ ഹർത്താലുകളും അക്രമ സമരങ്ങളും
കാണാൻ കഴിയുന്നില്ല എന്നത് എത്രയോ മ്ലേച്ഛവും നിന്ദ്യവുമാണ്. ഇവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ജാതിബോധം എന്ന ഭീകരത ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും ഈ രാഷ്ട്രീയ കൗപീനങ്ങൾ വലിച്ചെറിയുവാനും നമ്മൾ തയ്യാറാകേണ്ടത് കാലഘട്ടത്തിൻ്റെ കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.